എല്ലാവർക്കും വീണ്ടും മനോഹരമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മനോഹരം നമ്മൾ വെറുതെ പറയുന്നതല്ലാന്ന് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അജ്രക് പ്രിൻ്റാണ്. അജ്രക്കിൻ്റെ നമ്മുടെ ലാൽജിവാലയുടെ ബ്രാൻഡിൽ തന്നെ അജ്രക്കിൻ്റെ മെറ്റീരിയൽസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല അടിപൊളി ഡിസൈൻസാണ്. നമുക്ക് ഇതുവരെയും കാണാത്ത രീതിക്ക് കുറച്ചധികം വെറൈറ്റീസൊക്കെ അവർ ചെയ്തിട്ടുള്ള ഡിസൈൻസാണ്. പിന്നെ എല്ലാ ഡിസൈൻസിലും ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. വളരെ റയറായിരുന്നു ബ്ലാക്ക് കളർ അങ്ങനെ ഡിസൈൻസുകളിലും വരുന്നത്. പക്ഷേ ഇടയ്ക്കായിട്ട് തന്നെ പറയണം ബ്ലാക്ക് കളറൊക്കെ ഒരുപാട് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡിസൈൻസ് എല്ലാവരും കാണുക. സോ ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 പ്ലസ് GST ആണ്. 5% GST ആഡാവും. GST ആഡായി കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 157 രൂപ സംതിങ്ങിൻ്റെ അടുത്തേക്ക് റേറ്റ് വരും. ഈ പറഞ്ഞത് ഹോൾസെയിൽ റേറ്റ് ആണ്. പിന്നെ റീറ്റെയിൽ റേറ്റ് വരുന്നത് 230 രൂപയാണ്. അപ്പോൾ അത് റീറ്റെയിൽ വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിലും കോൺടാക്ട് ചെയ്യുക. ഹോൾസെയിലായിട്ട് വേണ്ടവർ ഹോൾസെയിലിൻ്റെ നമ്പറിലും മെസ്സേജ് ചെയ്യുക. ഡിസൈൻസ് വാങ്ങിക്കുക എന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം ഒന്നും അവൈലബിൾ അല്ല. ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പിന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ ഇത് 3 വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. അപ്പോൾ ഷോപ്പിൽ നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർ ആ ടൈമിൻ്റെ ഇടയ്ക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇന്ത്യ പോസ്റ്റ്, കൊറിയർ, പാഴ്സൽ സർവീസ് ഇത് 3 ഉപയോഗിച്ച് കേരളത്തിലും അല്ല ഇന്ത്യയിലെ വേറെ എവിടെയാണെങ്കിലും ഷിപ്പിംഗ് പോസിബിളാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ എവിടെ വേണമെങ്കിലും നിങ്ങൾ മെസ്സേജ് ചോദിച്ചോ, നമ്മൾ ഐറ്റം എത്തിച്ചേരാം. അതൊക്കെ നമ്മൾ ചെയ്തു തരും. പിന്നെ ഷിപ്പിംഗ് ചാർജസ് വന്നിട്ട് ഇപ്പോൾ 10 പീസ് കൊറിയറിൽ അയക്കാനാണെങ്കിൽ 100 രൂപ, 10 അല്ലെങ്കിൽ 11 പീസിന് 100 രൂപ. ഇന്ത്യ പോസ്റ്റിൽ അയക്കാനാണെങ്കിൽ 140 രൂപ. പാഴ്സൽ സർവീസ് ആണെങ്കിൽ മിനിമം 40 എടുക്കണം. 40 എടുത്തു കഴിഞ്ഞാൽ 160 മുതൽ 190 രൂപ എന്നുള്ളൊരു ഇൻ ബിറ്റ്വീൻ റേഞ്ചസിലാണ് അതെല്ലാം വരുന്നത്. പിന്നെ ആരും സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊന്നും അയക്കേണ്ട കേട്ടോ. മെറ്റീരിയൽസിൻ്റെ എല്ലാവരും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡിസൈൻസ് കിട്ടും. ഇപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ വെച്ചാൽ സ്റ്റോക്കിൽ ഉണ്ടാവില്ല പല മെറ്റീരിയലും. അതുകൊണ്ടാണ് പറഞ്ഞത് മെസ്സേജ് ചെയ്താൽ മതി, ഡിസൈൻസ് കിട്ടും. ആ ഡിസൈൻസ് അതുപോലെ തന്നെ റിട്ടേൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ റിട്ടേൺ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഒപ്പം അഡ്രസ്സും കാര്യങ്ങളും അയച്ചു കൊടുക്കുക. ഇന്ത്യ പോസ്റ്റ് ആണോ കൊറിയർ ആണോ വേണ്ടതെന്നുള്ളതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. വീഡിയോ വന്നില്ലോ അവ സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല, അല്ല ഡിസൈൻ അപ്ഡേറ്റ് ആക്കാനുള്ള അങ്ങനെ ആരും വിചാരിക്കരുത്. നിങ്ങൾക്ക് മെറ്റീരിയൽ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, ഡിസൈൻസ് ചോദിച്ച് മേടിക്കുക. നമുക്ക് എല്ലാ ദിവസവും ഡിസൈൻസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ 2 ദിവസത്തിലായിരിക്കും ചെയ്ത് വിടുന്നതെന്ന് ഉണ്ടാവുള്ളൂ. നമുക്ക് കുറച്ചധികം ഷോപ്പിൽ തിരക്കൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ പെട്ടെന്ന് വീഡിയോസും എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ഷോപ്പൊന്നുമല്ല, ചെറിയ ഷോപ്പൊക്കെയാണ്. ഞങ്ങൾ 2 പേര് നിന്നാലും നമുക്കത് ഓടി എത്തണല്ലോ. അതുകൊണ്ടാണ് നമ്മളെ കാര്യം വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഫോട്ടോസ് വേണ്ടവർ ഫോട്ടോസ് ചോദിക്കുക, ഐറ്റം മേടിക്കുക കേട്ടോ. പിന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് മാക്സിമം 1 ദിവസം വരെയാണ് നമ്മൾ ഐറ്റം മാറ്റി വയ്ക്കുകയുള്ളൂ. അതിന് മുമ്പ് പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഐറ്റം ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഡർ ക്യാൻസലാവും. അപ്പോൾ ഓർഡർ ക്യാൻസലാകുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഓർഡർ ക്യാൻസലായ ശേഷം അത് തന്നെ വേണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. അത് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അത് വേറെ ആളുകൾ എടുത്ത് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ ഡിസൈൻസിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം 1 മണിക്കൂർ അതിനുള്ളിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കണം. ഞങ്ങൾ പറഞ്ഞാൽ എപ്പോഴും 15 മിനിറ്റിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യാനാണ്. 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റം കിട്ടാൻ 99% ചാൻസ് ഉണ്ട്. 1% മാത്രമാണ് ഏതെങ്കിലുമൊക്കെ ഒരു 1-2 ഡിസൈൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോകാൻ സാധ്യതയുള്ളൂ. ഇതിൽ കാണുന്ന 1-2 ഡിസൈൻസൊക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കാണുന്ന ഡിസൈനൊക്കെ നമുക്ക് 1 പ്രാവശ്യം മുമ്പ് വന്നതാണ്. വീണ്ടും ആളുകൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് വീണ്ടും കിട്ടിയപ്പോൾ എടുത്തതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചില ഡിസൈൻസ് നമ്മൾ ആദ്യം ഫോട്ടോസ് തരുമ്പോൾ അതിനകത്ത് 5 കളറിൻ്റെ ചാർട്ട് ഉണ്ടാവും. അതിൻ്റെ സെക്കൻഡ് ബണ്ടിൽ പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ 4 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചിലർക്കെടുത്ത് പറയാറുണ്ട് ഇതിലത് 4 ഉള്ളൂ കേട്ടോ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങളെന്താണ് ഇങ്ങനെ പറയണേ, അത് 5 ഉണ്ടായിരുന്നല്ലോ അങ്ങനെ പറയും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഇങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുക. ഷോപ്പിൽ നേരിട്ട് വന്ന് എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് അടുത്ത കാര്യം. അതായത് നിങ്ങൾ നേരിട്ട് വന്ന് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസിൽ കണ്ട സ്റ്റോക്കിന് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ആരും വരരുത്. ആ സ്റ്റോക്ക് മാറി അടുത്ത സ്റ്റോക്ക് കയറിയിട്ടുണ്ടാവും. അപ്പം അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. 1-2 പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് വന്നായിരുന്നു, അപ്പോൾ അതില്ലല്ലോ ഇനി ഇത് ചെയ്യണമെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ കാര്യം ഒന്നുകൂടെ പറയുന്നത്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ കാര്യം. പേയ്മെൻറ്റ് ഇവിടെ നിന്ന് ഒരു സെയിൽ ഓർഡർ തന്നതിന് ശേഷം മാത്രമേ നമ്മൾ പേയ്മെൻറ്റ് മേടിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ജസ്റ്റ് കണക്ക് കൂട്ടി നിങ്ങളുടെ എണ്ണം നോക്കി കണക്ക് കൂട്ടി പേയ്മെൻറ്റ് മേടിച്ചതിന് ശേഷം ഇന്ന ഐറ്റം ഇല്ല എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഓർഡറിൽ കറക്റ്റ് ഐറ്റം എടുത്ത് കറക്റ്റ് കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽ ഓർഡർ തരും. സെയിൽ ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രം എല്ലാവരും പേയ്മെൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അതിന് മുമ്പ് പേയ്മെൻറ്റ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാ ഡിസൈൻസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.